ഏട്ടാ ഏട്ടാ ഉം. ഏട്ടാ ഒന്ന് എഴുന്നേക്ക്. അച്ഛാ, ഉം. ഇതാ ഇന്നത്തെ പേപ്പർ. ആ. ഏട്ടാ ഏട്ടാ എന്താടി സമയം ഒന്ന് കണ്ടില്ലേ? എഴുന്നേറ്റ് ചായ കുടിക്ക്. അവിടെ വെച്ചിട്ട് കൂടി. ഉം. അച്ഛാ, ഉം. ദാ ചായ കുടിക്ക്. ആ. ടിഫിൻ എന്താ ഉണ്ടാക്കുന്നേ? ആ, അച്ഛാ, ദോശയും ചമ്മന്തിയും മതിയോ? ആ, ഓക്കെ. ആ, ശരി അച്ഛാ, ഞാൻ അതന്നെ ഉണ്ടാക്കാം. ഉം. ആ, ഉം, കുറച്ച് വെള്ളം കൊണ്ടോ. ഉം. ആ. വൈശാലി, വൈശാലി, ഇനി ഒന്നേ. ആ, ദാ വരുന്നു. പറഞ്ഞോ. ശരി, ഞാൻ ഒന്ന് പോയിട്ട് വരാവേ. അതെ ഏട്ടാ, ഉം. ഇന്നെങ്കിലും ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോ വെള്ളം അടിക്കാണ്ട് വരണേ. നിങ്ങൾ ദിവസവും വെള്ളം അടിക്കുന്നോണ്ട് ഓ, അയൽവക്കത്തുള്ളവരൊക്കെ അനാവശ്യം പറഞ്ഞു തുടങ്ങി. ഒന്ന് മനസ്സിലാക്ക്. അത് കുടിച്ചേ തീരുന്നുണ്ടോ നിങ്ങക്ക്? എടി, ഞാൻ കുടിച്ച അവർക്കെന്താ? ഏട്ടാ, ഞാൻ അതിനു വേണ്ടി മാത്രമല്ല പറയുന്നത്. ദിവസവും ഇങ്ങനെ വെള്ളം അടിച്ചോണ്ട് വന്നാൽ നിങ്ങളുടെ ആരോഗ്യമല്ല നശിക്കുന്നത്. അതെന്തുകൊണ്ടാ നിങ്ങൾ മനസ്സിലാക്കാത്തെ? അത്രയല്ലേ ഉള്ളൂ. ശരി, വിട്. ഇന്നു മുതൽ ഞാൻ ഇനി കുടിക്കുകയില്ല. ഓക്കെ? പോകുമ്പോ കുടിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. തിരിച്ചു വരുമ്പോ മൂക്കറ്റം വെള്ളം ഒഴിച്ചിട്ട് നടക്കാൻ പോലും പറ്റാണ്ടാ വരിക. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ? ഇന്നിങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കണമെന്നുണ്ടോ? നീയാണ് സത്യം. ഇനി മുതൽ ഞാൻ കുടിക്കില്ല. എന്തെങ്കിലും ആവട്ടെ, ഈ ശീലം എന്തുകൊണ്ട് നിർത്താൻ പറ്റുന്നില്ലെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടി, എന്നെ ഒന്ന് വിശ്വസിക്കടി. ഇന്ന് ഞാൻ വരുന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടോ? ശരി ശരി, അത് കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. ശരി, ഇപ്പൊ ഞാൻ ഓഫീസിൽ പോട്ടെ. ഉം. ഉം, ചെല്ല് ചെല്ല്. അച്ഛാ, ഉം.
എന്താ മോളെ, എന്താ അവൻ പറഞ്ഞിട്ട് പോകുന്നേ? എന്തോന്ന് പറയാനാ, വൈകിട്ട് തിരിച്ചു വരുമ്പോ വെള്ളം അടിക്കില്ലാന്നും പറഞ്ഞ് എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിരിക്കുക. അദ്ദേഹം പറയുന്നൊക്കെ കേൾക്കാൻ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പറയുന്ന വാക്ക് പാലിച്ചാ മതിയായിരുന്നു. ഇതുപോലെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് ഈവനിങ്ങിൽ എങ്ങനെ വരുമെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ശരി അച്ഛാ, അച്ഛൻ ഫ്രഷപ്പ് ആയിട്ട് വാ, ടിഫിൻ കഴിക്കാം. നീ പോ മോളെ, ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ശരി അച്ഛാ. എന്തായിട്ടാ ഇത്? എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് വീണ്ടും വെള്ളം അടിച്ചാൽ എങ്ങനെയാ? സത്യം പറഞ്ഞ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നിങ്ങൾ കാരണം ദിവസം എന്റെ സമാധാനം ഇല്ലാണ്ടാവുക. ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഞാൻ ഇങ്ങനെ തന്നെ അടി കുടിക്കുന്നേ. ഇതൊക്കെ സഹിച്ചോണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കേ, ഇല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോടി. നിങ്ങൾ കാരണം ഞങ്ങളുടെ മാനം പോവുക. ഇതെന്തുകൊണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവാത്ത? എന്റെ ഈശ്വര. വൈശാലി, എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? വീണ്ടും അവൻ കുടിച്ചിട്ട് വന്നോ? അതെ അച്ഛാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയൂല. പിന്നെ മോളെ, എനിക്കൊരു ഐഡിയ തോന്നുന്നു, അത് പറയട്ടെ? എന്താ അത്? പറഞ്ഞോ അച്ഛാ. അവനെ പറഞ്ഞു നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി അവൻ കുടിച്ചിട്ട് വന്ന് നീ അവനോട് വഴക്കിട്. അപ്പോഴേ അവന് വല്ല പേടിയും തോന്നുള്ളൂ. എന്താ അച്ഛാ, അദ്ദേഹത്തിനടുത്ത് ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും? വെള്ളം അടിച്ചിട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പോലും എനിക്ക് പേടിയാ. ദാ നോക്ക് മോളെ, നീ അവനോട് വഴക്കിട്ടെന്ന് വെക്കേ, അവൻ ദേഷ്യത്തില് നിന്നെ ഒന്ന് അടിച്ചെന്നിരിക്കും. അവൻ നിന്നെ അടിച്ചാ നീ താഴെ വീണ് കുറച്ചു നേരം മരിച്ചതുപോലെ കിടക്കണം. അത്തരത്തിൽ നീ അഭിനയിച്ചാല് നീ മരിച്ചുപോയിന്നും പറഞ്ഞ് ഞാനും കരഞ്ഞോണ്ടിരിക്കാം. കുടി കാരണം എന്തൊക്കെ പ്രശ്നമാണെന്ന് അപ്പോഴേ അവന് മനസ്സിലാകൂ. എന്റെ കുടി കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിഷമിച്ചിട്ട് അവൻ ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് അവന്റെ മനസ്സിലൊരു തോന്നലുണ്ടാവും. ഞാൻ പറയുന്ന വരെ അങ്ങനെ ഒന്ന് അഭിനയിച്ചാൽ മതി. അവൻ നിന്നെ കൊന്നൊന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ അവനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് ഞാൻ വെള്ളം തെളിക്കാം. അതിനുശേഷം നിനക്ക് ബോധം വന്ന പോലെ നീ എണീച്ചാ മതി. അദ്ദേഹത്തോട് ചെന്ന് വഴക്കുണ്ടാക്കണമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുക അച്ഛാ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ടല്ലോ, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. കുറച്ചു നേരത്തേക്ക് നീ മരിച്ചതായിട്ട് ഒരു നാടകം കളിച്ചാ മതി. അതിനുശേഷം അവനെ ഞാൻ എന്തു ചെയ്യുമെന്ന് നീ നോക്കിക്കോ. ഇതുപോലൊരു ഷോക്ക് അവന് കൊടുത്താൽ മാത്രമേ അവൻ ഈ കുടിന്ന് മാറുള്ളൂ. എനിക്കറിയില്ല അച്ഛാ, അദ്ദേഹം മാറുമെന്ന് ഈ ജന്മത്തെ എനിക്ക് വിശ്വാസമില്ല. ഒരേ ഒരു ടൈം നമുക്ക് പരിശ്രമിക്കാം. രക്ഷപ്പെട്ടാൽ നല്ലതല്ലേ, അല്ലെങ്കിൽ അവന്റെ തലയിലെഴുത്ത്. ശരി അച്ഛാ, അച്ഛനോടുള്ള വിശ്വാസം കൊണ്ടാ ഞാനിത് സമ്മതിക്കുന്നത്. പക്ഷെ അദ്ദേഹം കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അച്ഛൻ വേണം നോക്കാൻ. കേട്ടല്ലോ? ശരി മോളെ, എന്നെ വിശ്വസിച്ച് നീ ഇത് ചെയ്യേ. ഈ നാടകം കളിക്കുന്നതിലൂടെ നല്ലത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി അച്ഛാ, അച്ഛൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം.